ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഹൻസിബയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. ഹൻസിബ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ഹൻസിബ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നു. അതിനുശേഷം ആ റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റി നിരവധിയായിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം? വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷം എടുത്തു ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അതുതന്നെ വിവരാവകാശ നിയമപ്രകാരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് പുറം ലോകം കാണില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ സർക്കാർ 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് ഹേമ കമ്മിറ്റി രൂപീകരിച്ച് ഇത്രയും സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീകളാവട്ടെ അവരുടെ വേദനകളും അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുമാണ് ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്ത്രീകൾക്ക് അവർക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം റിപ്പോർട്ടിനെ തന്നെ ചില പുകമറയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് എന്ന നിലയ്ക്കുള്ള ചില പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. ആദ്യം അത്തരത്തിലൊരു പ്രതികരണം ഞാൻ കേൾക്കുന്നത് കേന്ദ്രമന്ത്രിയുടെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു പരാമർശം നടത്തിയിരുന്നു. അതിനെ അനുകൂലിച്ചാണ് ഫിലിം ചേംബർ ഉൾപ്പെടെ ഇതിന്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്ന ഘടകങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നത്. നമ്മൾ അവരോടും ഈ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ സിനിമാ സംഘടനകൾ സംസാരിക്കട്ടെ എന്നായിരുന്നു. പക്ഷേ ആ സമയത്തും സിനിമാ സംഘടനകൾ അമ്മയുടെ മീറ്റിംഗ് യോഗത്തിന് ശേഷം സംസാരിച്ചപ്പോഴും ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. ആ നിലപാടുകൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സംഘടനകൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ? കൂടി വന്നുപോയാൽ ഇതിൽ വേട്ടക്കാർ എന്ന് പറയുന്നവർ ഈ സംഘടനകളിൽ ഉണ്ടെങ്കിൽ അവരെ ആ സംഘടനകളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും, അല്ലെങ്കിൽ പെർമനൻ്റ്ലി അവരതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. ഇത്രയും ക്രൈം ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളും രേഖകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഏറ്റവും മാക്സിമം എന്ത് ശിക്ഷയാണോ ലഭിക്കുക എന്നുണ്ടെങ്കിൽ ആ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരിക്കലും സിനിമാ മേഖലയിലെ മാത്രം ഒരു അവസ്ഥയല്ല എന്നുള്ള കാര്യം നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. പല മേഖലകളിലും ഇത് ഈ സമാനമായ രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു കമ്മീഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് 2017 സംഭവം തന്നെയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഇത് ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് കണക്കാക്കുന്നത്. ശരിക്കും ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷൻ വന്നു അതിൻ്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ടായിരുന്നോ? ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി നമുക്ക് ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് ആധികാരികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇതിനു മുന്നും പലരും പല പ്രശ്നങ്ങളും ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ ആധികാരികതയില്ല. പലരും വ്യക്തിപരമായിട്ട് ഒരാൾ വന്ന് പറയുന്നു, പിന്നീട് വന്ന് പറയുന്നു. അപ്പോൾ ആളുകൾക്ക് ഒഫീഷ്യലി ഇത് എല്ലാവരുടെ നിന്നും റിപ്പോർട്ട് തേടിയിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഇത്രയും പേരുടെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയും പേര് പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒന്നും കൂടെ ആധികാരികത അത് ശക്തമായിരിക്കുകയാണ്. ഇത്രയും പേര് ഒരുമിച്ച് ഒരേ കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അത് സത്യമായിരിക്കുമല്ലോ. ഈ 51 പേരോളം ഇതിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം അമ്മയുടെ മീറ്റിംഗ് അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു, ജോമോൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ ജോമോളൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും എനിക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിലപാട്. അപ്പോൾ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് അതൊരു പക്ഷേ അങ്ങനെ അത് റിപ്പോർട്ടിൽ പറയുന്നത് തെറ്റായിരിക്കാം എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ അങ്ങനത്തെ ഒരു നിലപാട് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് നമ്മളെങ്ങനെയാണ്? അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഓരോരുത്തരും പറയുന്നത്. ജോമോൾ ചേച്ചിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത് എന്ന് കരുതി മറ്റുള്ളവർക്കും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കാൻ ഒരിക്കലും പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണുള്ളത്. ഇപ്പോൾ എനിക്കുള്ളത് എക്സ്പീരിയൻസ് ആയിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ്. അപ്പോൾ മറ്റുള്ളവർ അവരുടെ യാഥാർത്ഥ്യം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മളത് മാന്യതയോടെ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഈ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും ഒരു പേടി കൊണ്ടായിരിക്കും പലർക്കും തുറന്നു പറയാൻ കഴിയാത്തത്. പക്ഷെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നൊരു സ്ഥിതിയുണ്ട് എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവരാണ് തീരുമാനിക്കുന്നത് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ കണ്ടെത്തലുകൾ, ആ നിലയ്ക്കുള്ള കണ്ടെത്തലുകളാണ് കമ്മീഷൻ്റേതായിട്ടുണ്ടായിരിക്കുന്നത്. അങ്ങനെ അത് ഏതെങ്കിലും തരത്തിൽ അനുസരിക്കാൻ തോന്നിയിട്ടുണ്ട്? ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളുമല്ല.
ഞാൻ വിചാരിച്ച പോലെയുള്ള സിനിമകൾ എനിക്ക് അവസരങ്ങൾ വന്നിട്ടുമില്ല. അപ്പം ഞാൻ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ആ സിനിമകളിലൂടെയാണ് ആളുകൾക്ക് എന്നെ തിരിച്ചറിയാവുന്നത്. പിന്നെ ഞാൻ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ആങ്കറിങ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാൾ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ദുബായിൽ RJ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സിനിമാ മേഖലയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഒരു മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ആങ്കറിങ്ങും അല്ലെങ്കിൽ RJing ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം എനിക്ക് അവസരങ്ങൾ വന്നില്ല, അതുകൊണ്ട് ഞാൻ തേടി പോയിട്ടുമില്ല. എനിക്ക് വന്ന അവസരങ്ങൾ ആങ്കറിങ്ങും RJing ഒക്കെ ആയിരുന്നു. ഞാൻ അതിൽ പോയി ജോലി ചെയ്തു, ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് നീക്കി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അന്വേഷിക്കാൻ പോലും നിന്നിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന്. അതെന്തായിരിക്കാം, ചിലപ്പോൾ എൻ്റെ ക്യാരക്ടറിന് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഫീച്ചേഴ്സിന് പറ്റിയിട്ടുള്ള ക്യാരക്ടേഴ്സിന് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം അവസരങ്ങൾ വരാഞ്ഞതെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ ചിലർ പക്ഷേ ചിലരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു തുറന്നു പറച്ചിലുകൾ കാരണം എന്ന് അവർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടായിരിക്കും അവരത് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളത് അംഗീകരിക്കണം. ഈ WCCയുടെ ഒരു വരവ് ഈ ഒരു റിപ്പോർട്ട് വരാനായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാനായിട്ടും വലിയൊരു ഘടകമായിട്ടുണ്ട് എന്നാണ് സ്വാഭാവികമായി നമ്മളൊക്കെ വിചാരിക്കുന്നത്. ആ നിലയ്ക്ക് ആ WCCയുടെ ഇടപെടലിനെ ശരിക്കും എങ്ങനെയാണ് കാണുന്നത്? WCCയുടെ ഒരു ഇടപെടൽ കാരണമാണല്ലോ ഹേമ കമ്മിറ്റി രൂപവൽക്കരിക്കപ്പെടുകയും ഇങ്ങനൊരു റിപ്പോർട്ട് തേടുകയും ആ റിപ്പോർട്ട് 2019 സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ 5 വർഷം എടുത്തത് പുറംലോകം കാണാൻ എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു വിഷയം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുഞ്ചിരിയോട് അത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ വിഷമം ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ടാണ് പുഞ്ചിരിക്കുന്നതല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ WCCയുടെ ഒരു വലിയ വിജയം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തേടിയതും ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതും. ഇപ്പോൾ ആ റിപ്പോർട്ട് പുറം ലോകം കാണുകയും അത് ഹൈക്കോടതി പരിശോധിക്കുമെന്ന് പറയുകയും ചെയ്യുന്നത് വലിയൊരു വിജയമാണ്. അപ്പോൾ ഹൈക്കോടതി അത് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആ റിപ്പോർട്ടിലെ മുഴുവൻ ഭാഗങ്ങളും ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിഷയമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഈ സംഘടനകളിൽ അതിൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ ശരിക്കും കക്ഷി ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അങ്ങനത്തെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കാൻ കഴിയുമോ? സംഘടന നമുക്ക് ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ കക്ഷി ചേരേണ്ടതുണ്ട്, അങ്ങനെ ഒരു അഭിപ്രായം വെക്കാൻ പറ്റും? അത് തീർച്ചയായിട്ടും ജനറൽ ബോഡിയാണ് തീരുമാനിക്കേണ്ടത്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലുമല്ല. 506 മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയാണ് അമ്മ. അതിലിപ്പോൾ കുറച്ച് മെമ്പേഴ്സ് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ടുണ്ട്, കുറേ പേര് പെൻഡിങ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇത്രയും മെമ്പേഴ്സ് ഉള്ളൊരു സംഘടന ആയതുകൊണ്ട് തന്നെ ജനറൽ ബോഡിയിൽ ആരാഞ്ഞ് എല്ലാവരുടെയും ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് വേണം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജനറൽ ബോഡിയുടെ അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ അഭിപ്രായമല്ല എന്നാണോ? ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണല്ലോ ചേർന്നിരിക്കുന്നത്. പക്ഷേ ഒരു ജനറൽ ബോഡി ചേർന്ന് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരായണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒപ്പം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം എന്ന നിലയ്ക്ക് അമ്മ സംഘടന അവരുടെ അല്ലെങ്കിൽ സംഘടനയുടേതായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കി 5 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ അത് അത്രയും വൈകാൻ പാടില്ലായിരുന്നു എന്ന് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം അനുസരിക്കുന്നു? തീർച്ചയായും വൈകിപ്പോയി. ആ വൈകിപ്പോയതിന് ക്ഷമാപണം നടത്തുകയാണ് ഞാനിപ്പോൾ. കാരണം നമ്മൾ അമ്മ ഷോയുമായി ബന്ധപ്പെട്ട് ഒരു 2 ആഴ്ചത്തോളം എല്ലാവരും ബിസിയായിരുന്നു. കാരണം അതിൻ്റെ പ്രീ പ്ലാനിങ്, അതിൻ്റെ റിഹേഴ്സൽ, 2-3 ദിവസത്തെ ഷൂട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ടൊരു ഡിലേ വന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് പല സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഡിലേ വന്നുപോയി. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. കുറേ ആളുകളുടെ തിക്ത അനുഭവങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം അത് സഹപ്രവർത്തകരായിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്? പല രീതിയിലുള്ള അനുഭവങ്ങളാണ്. ഇപ്പോൾ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ അനുഭവങ്ങൾ മാത്രമല്ല, ചിലർക്ക് മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ട്, ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചവരുണ്ട്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചിട്ടുള്ള പല സുഹൃത്തുക്കളും എനിക്കുണ്ട്. എനിക്ക് ചില മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് തക്കതായ സമയത്ത് തക്കതായ മറുപടി കൊടുത്തത് കാരണം തന്നെ പിന്നീട് ശല്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം. അന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ ശല്യം ഉണ്ടാവില്ല. ആ ശല്യം വീണ്ടും നമുക്ക് ഒരു ലിമിറ്റ് താണ്ടി വരുന്നു നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ ലിമിറ്റ് എന്താണെന്ന്. ആ ലിമിറ്റ് താണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടണം. പരാതിപ്പെടേണ്ട സമയത്ത് പരാതിപ്പെടണം. കാരണം ഒരുപാട് ലേറ്റ് ആയതിനു ശേഷം നമ്മൾ പരാതിപ്പെട്ട് കഴിയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെളിവുകളെല്ലാം നശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതൊന്നുമില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ആരാണ് വാദി ആരാണ് പ്രതി എന്ന്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ തന്നെ ആ ഒരു
ഒരു സമയത്ത് തന്നെ പ്രതികരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് ചില ആളുകൾ ട്രോമയിലായിരിക്കും. ചിലർ എത്ര സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പ്രതികരിക്കുന്ന ആളുകൾ പോലും ചില സമയത്ത് ഒരു ട്രോമയിൽ അകപ്പെടും. അങ്ങനെ ട്രോമയുള്ള ആളുകൾ അവർ ഏറ്റവും വിശ്വാസമുള്ള ആളുകളോട് ഈ കാര്യം ഷെയർ ചെയ്യണം. ആ വിശ്വാസമുള്ള ആളുകൾ വേണം അവരെ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ സൊസൈറ്റിയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കുറേ കമൻറ്റുകളുണ്ട്. അപ്പോൾ ഒരു 95% ആളുകളും അതിന് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടുമ്പോഴും ഒരു 5% ആളുകൾ വന്നിട്ട് വളരെ മോശം രീതിയിൽ കമൻറ്റ്സ് ഇടുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സന്തോഷമാണ് അവർക്ക് കിട്ടുന്നതെന്ന് അറിയില്ല. അവർക്ക് ചിലപ്പോൾ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണുക പോലും ചെയ്യാതെ ആയിരിക്കും ചുമ്മാ വന്ന് കമൻറ്റ് ഇടുന്നത്, ആ സ്ത്രീ മോശക്കാരി എന്നുള്ള നിലയിൽ. അങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയം കൂടുകയല്ലേ ചെയ്യുന്നത്. അയ്യോ, സൊസൈറ്റിയിൽ എന്നെ പറ്റി മോശം ഇമേജ് ആകുമോ, എന്നെ ഒരു മോശക്കാരിയാക്കുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും. അത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും ഇത് തന്നെയാണ് പ്രശ്നം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ് നമ്മൾ കാണുക പോലും ചെയ്യാത്ത ഏതൊരു വ്യക്തിയാണ് ഇരുന്ന് കമൻറ്റ് പറയുന്നത്. നമുക്ക് പറയാം അത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര പേർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും? ഇതുപോലെ മറ്റുള്ളവർ ചിന്തിക്കുമോ എന്ന് ഒരു തോട്ട് പ്രോസസ്സ് എല്ലാവർക്കും പോകും. സാധാരണ മനുഷ്യരല്ലേ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൊസൈറ്റിയാണ് ആദ്യം ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത്. ഒപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകും. ശ്വേത ചേച്ചി അല്പസമയം മുമ്പ് നടത്തിയിട്ടൊരു പ്രതികരണത്തിലും ചൂണ്ടിക്കാണിച്ചതും അത് തന്നെയാണ്. അപ്പം അങ്ങനെ ഈ മാറ്റി നിർത്തപ്പെടാനായിട്ടൊക്കെ ഉള്ളൊരു സാഹചര്യം ശരിക്കും ഉണ്ട്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു നമ്മുടെയൊക്കെ ഇടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ ഒരു ആശങ്കയാണോ ശരിക്കും തോന്നിയത്? ഒരിക്കലുമില്ല. കാരണം നമ്മൾ സിനിമകളിൽ കാണുന്നുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ. സിനിമകളിലാണ് എല്ലാം കാണിക്കുന്നത്. അത് സിനിമകളിൽ കാണിക്കുന്നത് പല മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. പണ്ട് മുതലുള്ള സിനിമകൾ നോക്കിയാൽ അത് മലയാളം മാത്രമല്ല, ലോകത്തിലുള്ള ഏത് ഭാഷയിലുള്ള സിനിമ എടുത്താലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണിച്ചത് കണ്ടിരിക്കാം. അത് സിനിമാ മേഖല മാത്രമല്ല, എല്ലാ മേഖലകളിലുണ്ട്. അത് നമുക്ക് സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മേഖലയിലും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്ന് കരുതി എല്ലാ പുരുഷന്മാരും മോശക്കാരാണ് എന്ന് ഒരർത്ഥം അതിനില്ല. ഒരു മൈനോറിറ്റി ചെയ്യുന്ന കാര്യത്തിന് ഒരു മെജോറിറ്റിയാണ് ഉത്തരം കൊടുക്കേണ്ട അവസ്ഥയുള്ളത് അല്ലേ. അപ്പോൾ സ്ത്രീകളെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ത്രീകളും മോശക്കാരല്ല. ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും മോശം പ്രവൃത്തി ചെയ്തു എന്ന് കരുതി എല്ലാ സ്ത്രീകളും എങ്ങനെ മോശക്കാരാവും? അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് നെഗറ്റീവായിട്ടുള്ളത് ഡെയിലി നമ്മൾ ന്യൂസ് കാണുന്നുണ്ട്. എന്ന് കരുതി ആ സൊസൈറ്റി മൊത്തം ഒരു മോശം സൊസൈറ്റിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ തുടച്ചു നീക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയമാണ് വരേണ്ടത്. ഭയം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം സ്ട്രോങ് ആയിരിക്കണം. ഒരു അതിവേഗ കോടതിയാണ് ഉണ്ടാവേണ്ടത് നമുക്ക് ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്കെതിരെ. അതിവേഗ കോടതി ഉണ്ടാവുകയും 15 ദിവസത്തിനകത്തൊക്കെ ഇതിൻ്റെ ഒരു ട്രയൽ നടത്തി ഇതിൻ്റെ ശിക്ഷ വിധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ഭയപ്പെടും. പിന്നീട് ഇങ്ങനെയുള്ള ക്രിമിനൽസിൻ്റെ ആ ഒരു ക്രിമിനൽ വാസന ഉണ്ടല്ലോ, അതവർക്ക് പുറത്തെടുക്കാൻ കഴിയില്ല ഭയം കാരണം. ഈ ഒരു ഭയം അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ ഉള്ള ഒരു ഭയം അല്ലെങ്കിൽ ഈ നിയമ സംവിധാനങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുന്നു എന്നൊരു സംഭവം അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ സിനിമാ മേഖലയിലാണെങ്കിൽ തന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു സാധനം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ പ്രധാനമായും മാറ്റി നിർത്തപ്പെടും. അല്ലെങ്കിൽ ഈ കമ്മീഷൻ വരേണ്ടി വരെ കാത്തിരിക്കേണ്ടി നമുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ തുറന്നു പറച്ചില്ല, അങ്ങനെ തുറന്നു പറച്ചിലൊരു അവസരം ശരിക്കും അവിടങ്ങളിലുണ്ടോ? തുറന്നു പറച്ചിലിന് അവസരം പരാതി കൊടുക്കാൻ പറ്റുന്നൊരു സംവിധാനം പരാതി കൊടുക്കാൻ പറ്റുന്ന സംവിധാനം എല്ലായിടങ്ങളിലും ഉണ്ട്. പക്ഷെ പരാതിപ്പെടാൻ ഭയപ്പെടുന്നത് ഇതാണ്. ഒന്നാമത്തെ കാര്യം, പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ആ പരാതിപ്പെടുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു പരാതിയുമായിട്ട് വരുമ്പോൾ തന്നെ മോശക്കാരിയാക്കുമോ മോശക്കാരനാക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവുമല്ലോ. അതാണ് ആദ്യത്തെ ഒരു ഇൻഹിബിഷൻ. അത് എന്നെ മോശക്കാരിയാക്കുമോ, ഇത് ആ ഒരു ഭയമാണ് ആദ്യം തുടച്ചു നീക്കേണ്ടത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ട്. വ്യക്തമായ തെളിവുകളും രേഖകളും എപ്പോഴും സൂക്ഷിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ വിക്ടിം ആവുന്ന ആളുകളടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഒപ്പം തന്നെ അവരെ മാറ്റി നിർത്തത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവരെ നമ്മൾ ആ ഒരു അവസരങ്ങൾ അവർക്ക് കുറഞ്ഞു പോകുന്നുണ്ടെന്നൊരു പരാതിയുണ്ട്. ശരിക്കും അതും ഇതിൻ്റെ ഒരു കാര്യമായിട്ട് തന്നെ കണക്കാക്കാൻ കഴിയുമോ? അവസരങ്ങൾ കുറഞ്ഞു പോകുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തുള്ള തുറന്നു പറച്ചിലുകൾ കാരണം. അങ്ങനെ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അങ്ങനെ അവസരങ്ങൾ കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ ആയിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ്. ആദ്യം അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇവിടെ ജീവിച്ചു പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് പൈസയും അല്ലെങ്കിൽ പ്രശസ്തിയും എല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു സെക്കൻഡിൽ ഒരു മനുഷ്യ ജീവിതം പൊലിഞ്ഞു പോവുക. നമുക്ക് അറിയ പോലുമില്ല എപ്പോഴായിരിക്കും ആ ഒരു മനുഷ്യ ജീവിതം പൊലിഞ്ഞു പോകുന്നതെന്ന്. അങ്ങനെ ഒരു ചിന്തയെങ്കിലും മനുഷ്യന്മാർക്കുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2006 സംഭവവുമായി ബന്ധപ്പെട്ട് 2018 ഒരു പരാതി കൊടുത്തിരുന്നു എന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അത് ഇമെയിൽ വഴിയാണ് അയച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്ന സാഹചര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ടല്ലോ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഒരു 51ഓളം ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പറയുന്നത് അവർ നേരിട്ട് വന്ന് പരാതി പറഞ്ഞെങ്കിൽ മാത്രമേ കേസെടുത്ത് അന്വേഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ആ നിലപാടിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഇതിലിപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ്റിന് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുകൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളത് ഗവൺമെൻറ് സ്വമേധയാ കേസെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ധൈര്യവതികളായി സ്ത്രീകൾ മുന്നോട്ട് വന്ന് പരാതി കൊടുക്കണം. കാരണം അതാണ് ഈ ക്രിമിനൽസിനെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം. സ്ത്രീകൾ മുന്നോട്ട് വരും, പരാതി കൊടുക്കും എന്നവരറിയണം. കാരണം സ്ത്രീകൾ ഈ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു മാനക്കേട് ഭയന്ന്, അല്ലെങ്കിൽ ഈ കേസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഉള്ള ആ ഒരു എക്സ്പെൻസ്, ഒരുപാട് പൈസ ചിലവുണ്ട്. ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്നൊരു കേസായിരിക്കും എന്നറിയില്ല. അപ്പോൾ തങ്ങളുടെ സമയമാണ് പോകുന്നത്. ഇതെല്ലാം ഭയന്നിട്ടാണ് പലരും കേസിന് പോവാത്തത്. പക്ഷെ അതൊന്നുമല്ല, നമുക്കൊരു അതിവേഗ കോടതി വരികയും ഇത് ഫാസ്റ്റ് ട്രാക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് നമുക്ക് ഉണ്ടാവുകയാണ്, പെട്ടെന്ന് തന്നെ ഇതിൽ തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കൂടുതലായിട്ട് മുന്നോട്ട് വരും, അവർ പരാതിപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പരാതികളുടെ എണ്ണം കുറയുകയും ചെയ്യും. കാരണം പിന്നീട് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഉണ്ടാവുന്നത്. കാരണം എല്ലാവരും ഭയപ്പെടുകയല്ലേ. ഒപ്പം ഭയപ്പെടുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കി എതിരെ നിൽക്കുന്ന ആളും എൻ്റേതാണെന്ന് തോന്നുന്ന ഒരു സംഭവത്തിലല്ലേ നമുക്ക് എല്ലാ മനുഷ്യന്മാരെയും നന്നായി പേടിപ്പെടുത്തി നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പരിധിയുണ്ട്. പക്ഷെ എല്ലാ മനുഷ്യന്മാരെ നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഭയപ്പെടുത്തുക എന്നുള്ളത് പിന്നെയും കുറച്ചും കൂടെ നമുക്ക് കഴിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഭയത്തിൽ നിന്നാണ് പുരാതന മനുഷ്യരൊക്കെ ഓരോ ഇപ്പം മഴയെ ആരാധിക്കാൻ തുടങ്ങി, തീയിനെ ആരാധിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഭയത്തിൽ നിന്നാണെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഭയമാണ് സ്നേഹത്തിനേക്കാൾ കൂടുതൽ പെട്ടെന്നുണ്ടാകുന്ന വികാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മനുഷ്യന്മാരെയും സ്നേഹിക്കാനും നല്ല ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് ആവാനും നമ്മൾ ചെറിയ പ്രായത്തിലെ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എങ്ങനെ ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റും? ഒരു വലിയ ഒരു അഡൾട്ട്ഹുഡിലുള്ള ഒരാളെ നമ്മൾ എങ്ങനെ നീ നല്ലവനായി വരൂ, നീ നല്ലവനാകൂ, സ്ത്രീകളെ ബഹുമാനിക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നമുക്ക് എത്ര പേരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? പറ്റുന്നവരെ കൊണ്ടുവരാൻ നോക്കാം. പക്ഷേ അതിലുള്ള ഈ ഇത്ര വൃത്തികെട്ട മനോഭാവം ഉള്ളവരിൽ മെജോറിറ്റിയെ നമുക്ക് കൊണ്ടുവരാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെയുള്ളവരെ ഭയപ്പെടുത്തി സൈഡാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു റിപ്പോർട്ട് വന്നു, ഇനി അതൊരു ചരിത്ര സംഭവമായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അത് ഇനിയുള്ള സമയത്തേക്ക് അതിൽ നമുക്കൊരു മൈൽ സ്റ്റോൺ ആയിട്ട് കാണാൻ കഴിയുകയും ഒരു വലിയ മാറ്റം ഇതിലൂടെ ഉണ്ടാകും, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഉണ്ടാകും. കാരണം ഹേമ കമ്മിറ്റി വന്നപ്പോൾ തന്നെ സ്ത്രീകൾക്ക് അതൊരു ഊർജ്ജമായിരുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സൊസൈറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി കുറച്ച് ചെറിയ ചില കമൻറ്റുകൾ മാത്രമേ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ ഞാൻ കാണാറുള്ളൂ. അപ്പോൾ ഒരു മെജോറിറ്റി സപ്പോർട്ടാണ് ചെയ്യുന്നത്. ആ മെജോറിറ്റിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് സ്ത്രീകൾക്ക് വളരെയധികം ശക്തിയാണ് കൊടുക്കുന്നത്. ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ, എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കാൻ ഒരു സമൂഹം തന്നെ കൂടെ ഉണ്ട് എന്നറിയുന്നതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഈ കഴിഞ്ഞ ദിവസം ചോദിച്ച ഘട്ടത്തിൽ സിദ്ദിഖ പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലുമുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള കണ്ടെത്തലുകൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിലും ആ സാഹചര്യം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. നിലവിൽ അങ്ങനെ സംഭവങ്ങൾ തന്നെയാണോ നിലവിലും? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്ഷൻസ് ബേസിക് എമ്യൂണിറ്റീസ് ചെയ്യുന്നുണ്ട്, ചില പ്രൊഡക്ഷൻസ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇത് ഗവൺമെൻറ്റാണ് ഒരു വ്യക്തമായിട്ടുള്ളൊരു റൂള് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഇപ്പോൾ വീട് വയ്ക്കുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ഒരു റോഡ് പണിയുടെ മുന്നേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചിട്ട് എല്ലാത്തിനും നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സിനിമ തുടങ്ങുന്നതിൻ്റെ മുന്നേ സിനിമയ്ക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് സിനിമയുടെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഡയറക്ടർ ആരാന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു സിനിമ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ആ സിനിമയിൽ എത്ര ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നുണ്ടോ അത് അവരുടെ എണ്ണങ്ങൾ അനുസരിച്ച് ആ ആർട്ടിസ്റ്റുകളുള്ള ആ ഒരു ലൊക്കേഷനിൽ എത്ര ടോയ്ലറ്റ് വേണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ബേസിക് അമ്യൂണിറ്റീസ് ഏത് രീതിയിൽ വെക്കണം, എത്ര എണ്ണം വെക്കണം എന്നുള്ള കാര്യങ്ങൾ
ഗവൺമെൻറ് വേണം ഒരു റൂൾ ഉണ്ടാക്കാനും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത്. അങ്ങനെ പ്രാബല്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ പ്രൊഡക്ഷൻ കമ്പനീസും അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു സംഘടന ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എല്ലാവരും അങ്ങനെ ചെയ്തോളണമെന്നില്ല. പക്ഷേ ഗവൺമെൻറ് അങ്ങനെ ഒരു റൂൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സിനിമ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇങ്ങനെയൊക്കെ ഈ ഒരു ബേസിക് അമ്യൂണിറ്റീസ് ചെയ്താലേ കിട്ടുള്ളൂ എന്ന് ഒരു നിർബന്ധപൂർവ്വം ഗവൺമെൻറ് റൂൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്ഷൻ കമ്പനി അത് ചെയ്യുമല്ലോ. അപ്പം നമുക്കിനിയിപ്പോൾ ഉള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന സംഭവമേ അല്ല, മറിച്ച് പെട്ടെന്നൊരു മാറ്റം എന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ആ മാറ്റം അതിവിദൂരമല്ലാത്ത രീതിയിൽ ഉണ്ടാകുമായിരിക്കും. അതെ, ഇപ്പോൾ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ WCCയുടെ ഒരു ഏറ്റവും നല്ലൊരു ഇനിഷ്യേറ്റീവായിരുന്നു ഹേമ കമ്മിറ്റി. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അത്രയേറെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് തരുന്ന ഒരു വലിയ പോസിറ്റീവ് സൈനാണ്, പോസിറ്റീവ് മെസ്സേജാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ ഒരു ജനറൽ ബോഡി കൂടാൻ വേണ്ടി ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ കൂടേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ ഹൻസിബയുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയിൽ പൊതുവിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ജനറൽ ബോഡി വെച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജനറൽ ബോഡി ഇത്രയും മെമ്പേഴ്സിനെ ഒരുമിച്ച് വീണ്ടും കൂട്ടി ഒരു സ്ഥലത്ത് എത്തിക്കുക, അതിനുള്ള ഒരു വലിയ എക്സ്പെൻസ് ഉണ്ട്. ഇത്രയും പേരുടെ ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ട്, ഇത്രയും പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു ഇടം വേണം, അതിൻ്റെ ഒരു എക്സ്പെൻസ് ഉണ്ട്, ഇത്രയും പേർക്ക് ഭക്ഷണം കഴിക്കണം, അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് അവിടെ കിടക്കുകയാണ്. ഇത്രയും പേരുടെ സമയം, പലരും പല വർക്കുകളും അസൈൻ ചെയ്തിട്ടുണ്ടാവും, പല വർക്കിലുമായിരിക്കും, പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ചൊരു ദിവസം കൂട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്, അതൊരു വലിയ ടാസ്ക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ നമ്മുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അടിയന്തര ജനറൽ ബോഡി കൂടുന്ന സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ താണ്ടി അങ്ങനെ ഒരു ജനറൽ ബോഡി കണ്ടക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. അത് ശരിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു വലിയ ഗൗരവമുള്ളൊരു അതിൻ്റെ ആ ഗൗരവം കൂടി മനസ്സിലാക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നടത്തേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം എന്തായാലും വെക്കുമോ? അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം, അതാണെന്ന് ഞാനിപ്പോൾ എല്ലാ മീഡിയാസിലും സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഞാൻ പറയും എന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളത്. എന്തായാലും ഈ റിപ്പോർട്ട് വന്നു, അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. ചർച്ചകളൊക്കെ തന്നെയും മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇനി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ കാലഘട്ടം തന്നെയാണെന്നുള്ളൊരു വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ അത് കൃത്യമായ രീതിയിൽ നടപ്പിലാകണം, അതിനനുസരിച്ച് സൊസൈറ്റിയിലും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.